പൊന്നാനി ഫ്ലവർ ഷോ ഉണ്ടെന്ന് കേട്ടപ്പോഴും ഒന്ന് പോയി നോക്കണം എന്ന് തോന്നി. ഫ്ലവർ ഷോ അല്ലേ, നമുക്കൊക്കെ പൂക്കൾ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ എവിടെ കണ്ടാലും ഞാനൊന്ന് പോയി നോക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ പോയപ്പോൾ 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. എന്നാലും വേണ്ടില്ല, കയറി. പക്ഷേ കയറിയപ്പോൾ പൂക്കളൊക്കെ ഉണ്ട്, വളരെ കുറച്ച് ഇനം പൂക്കളും വളരെ കുറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ചെയ്തൊക്കെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും 100 രൂപ കുറച്ചധികമല്ലേ എന്ന് എനിക്ക് തോന്നല്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. വയനാടൻ പൂപ്പലിയും അങ്ങനെയുള്ളതൊക്കെ വലിയ വലിയ ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഇത് കുറച്ച് പൈസ കുറച്ച് കൂടുതലല്ലേ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു 5-6 നഴ്സറികൾ അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ച പോലെയുള്ള ഒരു പ്രതീതിയാണ്. അത്രേ ഉള്ളൂ. കാരണം കലാഞ്ചിയോ, ഇത് കാണുന്നതൊക്കെ കലാഞ്ചിയോ ആണ്. പിന്നെ കുറച്ച് ഫെലനോപ്സിസ് ഉണ്ട്, ഓർക്കിഡ്, ഫെലനോപ്സിസ് ഓർക്കിഡാണ്. പിന്നെ ജെറേനിയം, കലാഞ്ചിയോ, ജമന്തി അങ്ങനെയുള്ള പൂക്കളൊക്കെയാണ് അധികം ഉള്ളത്. വേറെ അങ്ങനെ കാര്യപ്പെട്ടിട്ടൊന്നും കാണുന്നില്ല. പിന്നെ കുറച്ച് തെച്ചി വർഗ്ഗങ്ങൾ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. തെച്ചി വർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു എന്താണ് പറയുക, ഒരു പോട്ടിൽ, അത്തരം പോട്ടുകളിൽ സൂക്ഷിച്ചിട്ട് കാണാൻ ഭംഗിയുണ്ട്. ഒരുമിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അത്രേ പറയാനുള്ളൂ. അല്ലാതെ കൂടുതൽ ഇനങ്ങളോ അങ്ങനെ ഒരു സംഭവമായിട്ടൊന്നുമില്ല. വളരെ വളരെ കുറഞ്ഞ ഒരു ചെറിയ കയറി ചെല്ലുന്ന പോർഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇത് തെച്ചിയാണ്, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ തെച്ചിയെല്ലാം കൂടി ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മളെ വീട്ടിൽ നമുക്ക് അങ്ങനെ ചെയ്താലൊക്കെ ഇങ്ങനെ ഭംഗി ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടൊക്കെ പോകാമെന്ന് മാത്രം. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ പോസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറ്റുന്നല്ലാതെ അങ്ങനെ ഒരു സംഭവമായിട്ടൊന്നും ഇതിനെടുക്കണ്ട. ഞാൻ അധികം ഇതിന് പോകാറുള്ളത് അവിടെ വിത്തുകളൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് ജെറേനിയാട്ടോ ഇതിൽ കാണുന്നത്. പിന്നെ ഇത് ജമന്തി, പിന്നെ കലാഞ്ചിയോ പല കളറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ ഞാൻ വിത്തുകൾക്ക് വേണ്ടിയിട്ടാണ് അധികം പോകാറ്. വിത്തുകളും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കുറേ സ്റ്റാളുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ചൊരു 5-6 പച്ചക്കറി വിത്തുകളും പിന്നെ 1-2 പൂവിൻ്റെ വിത്തുകളൊക്കെ വാങ്ങിച്ചു. പിന്നെ അല്ലാതെ വേറൊന്നും അങ്ങനെ കാര്യപ്പെട്ട് കാണാനൊന്നുമില്ല. പിന്നെ കുറച്ച് പെറ്റ്സ് കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനൊക്കെ പറ്റും, അല്ലാതെ ഒന്നുമില്ല. പിന്നെ പെരുന്നാളൊക്കെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കൊന്ന് കുട്ടികളെ കൊണ്ടൊക്കെ കുട്ടികൾക്ക് സൗജന്യമാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് സൗജന്യമാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ്. 100 രൂപയ്ക്ക് എന്തായാലും ഇല്ല. എന്നാലും വേണ്ടവർക്ക് വെറുതെ ഇരിക്കുന്ന പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിട്ടോ. ഇവിടെയൊക്കെ കുറച്ച് പെറ്റ്സ് ഉണ്ട്, കുറച്ച് കിളികൾ അങ്ങനെയുള്ള സംഭവമൊക്കെ, ഒരു ഇഗ്വാന വരുന്നുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു കിളികളും മറ്റേ തത്തകളും അങ്ങനെയൊക്കെ ആയിട്ട്, പ്രാവുകൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ, മരം പോലെ. പിന്നെ അങ്ങനെയുള്ള അതൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ 2-3